കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഷലോം. ഈ ദിവസം കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളിൽ ഒന്ന് ആഹാരത്തിലുള്ള അത്ഭുതം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായ്ക കൊണ്ടവൻ അവരോട്, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീനെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോയി. അടുത്ത വാക്യം. അവർ പോകുന്നത് പലരും കണ്ടു അറിഞ്ഞു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. ഇവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. നിങ്ങൾ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ആരെങ്കിലും ശാരീരികമായി സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ അവർക്ക് സൗഖ്യം കൊടുക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അയക്കുകയാണ്. സുവിശേഷകരായിട്ട് സഭയുടെ വെളിയിലേക്ക് അയക്കുകയാണ്. ഇപ്പോഴവർ പോയി സുവിശേഷം അറിയിച്ച് ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി തിരികെ വന്നിരിക്കുന്നു. അങ്ങനെ തിരികെ വന്നപ്പോൾ അവർ വളരെ ക്ഷീണിച്ചവശരായിരിക്കുന്നു. അതുപോലെ യേശുക്രിസ്തുവും ദൈവവേല ചെയ്ത് വളരെ ക്ഷീണിതാവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ ക്ഷീണിച്ചു പോയിരിക്കുന്നു. എത്രത്തോളം ക്ഷീണിച്ചു എന്നറിയാമോ? ആഹാരം കഴിക്കുവാൻ പോലും കഴിയാതെ വണ്ണം അവർ വളരെ ക്ഷീണിക്കാനിടയായി. അപ്പോൾ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് പോയി അല്പം വിശ്രമിക്കാം. അല്പസമയം ഏകാന്തമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെയും കൂട്ടി പടകിൽ കയറി ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി എന്ന് നമുക്ക് കാണാം. അവർ പോയപ്പോൾ അവർ പോകുന്നതും വരുന്നതുമൊക്കെ കുറച്ച് ആളുകൾ കാണുവാനിടയായി. കണ്ടതായ ആളുകൾ ആ വാർത്ത എല്ലാവരെയും അറിയിച്ചു. അതുകൊണ്ട് എല്ലാവരും കൂടി യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും അവിടേക്ക് എന്തുകൊണ്ടാണ് ചെന്നത്? അല്പം വിശ്രമിക്കാൻ വേണ്ടിയായിരുന്നു. അല്പം വിശ്രമിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പാവം യേശുക്രിസ്തുവിനും അവർ വിശ്രമം കൊടുത്തില്ല, ശിഷ്യന്മാർക്കും കൊടുത്തില്ല. വളരെ ക്ഷീണിച്ചതായ സമയത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എവിടെയാണ് അത്ഭുതം നടന്നതായ ആ സ്ഥലം? എവിടെയാണ്? ബെത്സയിദ. അത്ഭുതം നടന്ന സ്ഥലം എങ്ങനെയുള്ളതാണ്? അത് പർവ്വത പ്രദേശമാണ്. അത്ഭുതം നടന്നതായ സ്ഥലം എവിടെയാണ്? അത് മരുഭൂമിയാണ്. അത്ഭുതം നടന്നതായ സമയമേതാണ്? അത് യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും വളരെ ക്ഷീണിച്ചു പോയിരുന്ന സമയമാണ്. അതുമാത്രമല്ല, വൈകുന്നേരത്തോടെത്തിയ സമയം. അതുമാത്രമല്ല, അവരെല്ലാവരും തന്നെ വിശന്നിരിക്കുന്നതായ സമയം. ആ സമയത്ത് പോലും യേശുക്രിസ്തു തന്നെക്കുറിച്ച് ആലോചിക്കുന്നില്ല, തൻ്റെ ശിഷ്യന്മാരും അവരെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് യേശുക്രിസ്തുവിനെ കണ്ടിട്ട് അവൻ്റെ ഉപദേശം കേൾക്കുവാനും അവൻ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ പ്രാപിച്ച് എടുക്കുന്നതിനും വേണ്ടി അവർ ആഗ്രഹത്തോടുകൂടി വന്നപ്പോൾ ബൈബിളിൽ കാണുന്നു, അവർ ഇടയനില്ലാത്തതായ ആടുകളെപ്പോലെ ആയിരുന്നു. അവൻ അവരോട് കരുണ കാണിച്ചു, അവരോട് ഉപദേശിക്കുവാൻ ഇടയായി. എന്താണ് ചെയ്തത്? അവരോട് ഉപദേശിച്ചു തുടങ്ങി. യേശുക്രിസ്തു ഓരോ പ്രാവശ്യവും ചെയ്ത കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നത് ഉപദേശം ആയിരുന്നു. അതെന്താണ്? ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച്. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൽ കടക്കാൻ കഴിയുന്നത്? എങ്ങനെ അവൻ രക്ഷിക്കപ്പെടാനിടയാകും? ദൈവരാജ്യത്തിൽ എങ്ങനെ പോകാനിടയാകും? ഈ രക്ഷയുടെ സുവിശേഷത്തെ നിശ്ചയമായിട്ടും പറയുമായിരുന്നു. യേശുക്രിസ്തു താൻ ദൈവവേല ചെയ്തിരുന്ന സമയത്ത് തൻ്റെ പ്രധാന ശുശ്രൂഷ വചന ശുശ്രൂഷയായിരുന്നു. വീണ്ടും പറയുകയാണ്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ശാശ്വതമായതില്ല, എന്നാൽ ആത്മാവ് ശാശ്വതമായതുകൊണ്ട് ഈ ആത്മാവിനെ രക്ഷിക്കുന്നത് വചനം മാത്രമാകൊണ്ട് ആ വചനത്തിനാണ് കൂടുതൽ പ്രാധാന്യം യേശു കൊടുത്തത്. അതിനുശേഷം ശാരീരികമായുള്ള വിടുതലുകൾക്ക് വേണ്ടി കുറച്ച് സമയത്തെയും ഉപയോഗിച്ചു. ചില സന്ദർഭങ്ങളിൽ വചനം സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. അത്ഭുതത്തിൻ്റെയും രോഗത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞതുപോലുമില്ല. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30, 31, 32 വാക്യങ്ങളിൽ കാണാം. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അവസാന വാക്യത്തിൽ കാണാൻ കഴിയും. അനേകം ആളുകൾ വന്നു, കർത്താവെ സൗഖ്യം വേണം, വിടുതൽ വേണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് കടന്നു വന്നപ്പോൾ ശിഷ്യന്മാരും വന്ന് അനേകം ആളുകൾ അങ്ങേ കാത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം മാറ്റി നിർത്തുക, നമുക്ക് പോകാമെന്ന് പറയുന്നു.
കർത്താവേ, അവരുടെ കാര്യം എന്താണ്? അവർ വന്നത് വിടുതലിന് വേണ്ടിയാണ്. എന്നാൽ ഞാൻ വന്നത് ഗ്രാമങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ്. ആ പണി ചെയ്യാം, വരൂ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തി മുൻപോട്ട് പോവുകയാണ്. കാരണം ശാരീരികമായുള്ള അനുഗ്രഹമാണ് ആ ജനം ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ രക്ഷയല്ല അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആത്മസംബന്ധമായ രക്ഷയെ ഉപേക്ഷിച്ചതായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് യേശു കർത്താവ് മുൻപോട്ട് പോകാനിടയായി. ഇതാണ് യേശു ചെയ്ത ശുശ്രൂഷ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ 33 അത്ഭുതങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതിൽ കൂടുതൽ ശതമാനം എവിടെ വെച്ചാണ് ചെയ്തതെന്ന് പറയണം. എവിടെയാണ് ചെയ്തത്? കഫർനഹൂമിലാണ് ചെയ്തത്. അത് മാത്രമല്ലാതെ ഗലീല സമുദ്ര തീരത്ത് അവൻ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെത്സയിദ എന്ന സ്ഥലത്തും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ബെത്സയിദയിലും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കഫർനഹൂമിലും കൂടുതൽ അത്ഭുത പ്രവൃത്തികൾ അവൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും പറയട്ടെ, അത്ഭുതങ്ങളും ആശ്ചര്യകാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ ജനം വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളതായ ചിന്തയിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. അത്ഭുതങ്ങളും ആശ്ചര്യകാര്യങ്ങളും മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആകർഷിക്കും, എന്നാൽ ഒരിക്കലും അതുകൊണ്ട് രക്ഷിക്കുക ഇല്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുന്നത് അത്ഭുതങ്ങളല്ല, മറിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുന്നത് കേവലം ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട്, രോഗം ബാധിച്ച് വന്നിട്ട്, ആ രോഗത്തിനു വേണ്ടി പ്രാർത്ഥന ചെയ്യിച്ചിട്ട് കർത്താവ് സൗഖ്യമാക്കിയെന്ന് വിചാരിക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെടുമോ? രക്ഷ ലഭിക്കുമോ? രക്ഷിക്കപ്പെടില്ല. കാരണം പറയട്ടെ, ബെത്സയിദിൽ വെച്ച് അനേകം ആളുകൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. കഫർനഹൂമിൽ വെച്ച് അനേകം ആളുകൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ യേശു എന്ത് പറഞ്ഞതെന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 21 വാക്യം. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികളിൽ മിക്കതും നടന്നതായ പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ച് തുടങ്ങി. അനേകം പട്ടണങ്ങളിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, എന്നാൽ അവയുള്ള ആളുകളൊന്നും മാനസാന്തരപ്പെട്ടില്ല എന്ന് കാണുന്നു. അവർ മാനസാന്തരപ്പെട്ടില്ല. അതിൻ്റെ അർത്ഥമെന്താണ്? അത്ഭുതങ്ങൾ നടന്നു, അത്ഭുതങ്ങൾ പ്രാപിച്ചെടുത്തു, എന്നാൽ എന്ത് നേടിയില്ല? മാനസാന്തരപ്പെട്ടില്ല. അതിൻ്റെ അർത്ഥമെന്താണ്? നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നതുകൊണ്ട് മാത്രം മാനസാന്തരപ്പെടുകയെന്നത് നടക്കില്ല. മാനസാന്തരം വേറെ, അത്ഭുതം പ്രാപിക്കുന്നതും വേറെ. എവിടെയായിരുന്നു യേശു ക്രിസ്തു കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തത്? അവിടെയായിരുന്നു കുറച്ച് ജനങ്ങൾ മാനസാന്തരപ്പെടാനിടയായത്. ഇപ്പോഴടുത്ത വാക്യം നമുക്ക് വായിക്കാം. കോരസീനേ, നിനക്ക് ഹാ കഷ്ടം! ബെത്സയിദേ, നിനക്ക് ഹാ കഷ്ടം! ഏത് നാടാണ്? ബെത്സയിദ. ബെത്സയിദേ, നിങ്ങളിൽ നടന്നതായ വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. അടുത്ത വാക്യം, 23 വാക്യം. നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്നുവരെ നിലനിൽക്കുമായിരുന്നു. എവിടെയാണോ യേശു ക്രിസ്തു കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തത്, അത് ബെത്സയിദ ആകട്ടെ കഫർനഹൂമാകട്ടെ, കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന സ്ഥലത്ത് അവിടെ കുറച്ച് ആളുകളായിരുന്നു മാനസാന്തരപ്പെട്ടത്. ഏതാണ് പ്രധാനം? സൗഖ്യമല്ല. പ്രധാനം ഏതാണ്? മാനസാന്തരം, അത്ഭുതമല്ല. ആ ദിവസം യേശു ക്രിസ്തു ബെത്സയിദ എന്ന പട്ടണത്തിൽ, മരുഭൂമിയിൽ, ഒരു കുന്നിൻ പ്രദേശത്ത് അനേകം ആളുകൾ കടന്നു വന്നപ്പോൾ, സമുദ്രതീരമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ സമുദ്രതീരമൊന്നുമില്ലല്ലോ. ഇതിനു മുമ്പ് നമ്മൾ വായിച്ചതല്ലേ, യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പടകിൽ കയറി എവിടേക്കാണ് പോയത്? മരുഭൂമിയിലേക്ക് പോയി. അവൻ പടകിറങ്ങിയ ഉടനെ ജനങ്ങൾ ഓടിവരുവാനിടയായി. അവൻ ഇറങ്ങിയ ആ സ്ഥലത്ത് തന്നെ ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ജനങ്ങളെല്ലാം ഉപദേശിക്കുകയാണ്. വചനം പ്രസംഗിച്ചു. എത്ര സമയം പ്രസംഗിച്ചെന്നറിയാമോ? ഒരുപാട് സമയം ഉപദേശിച്ചു. അവസാനം വൈകുന്നേരമായിരിക്കുന്നു. ഇരുട്ട് വീണു തുടങ്ങി. നമ്മളിൽ ചില ആളുകൾ ഇങ്ങനെയാണ്. ഏതെങ്കിലും കാരണവശാൽ വചന ശുശ്രൂഷ അല്പം മുമ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇവർ ബൈബിളൊക്കെ അടച്ചു വയ്ക്കും. പോളിത്തീൻ കവറിൽ ബൈബിൾ എടുത്ത് വയ്ക്കും. പാസ്റ്റർ പ്രസംഗിച്ച് ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് പതിയെ ഇറങ്ങിപ്പോകും.
ചിലർ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അന്ന് യേശുക്രിസ്തു സുദീർഘമായ വചന ശുശ്രൂഷ നടത്തിയപ്പോൾ ആരും കടന്നുപോയില്ല. യേശുവിൻ്റെ വചനം അവർ കേട്ടുകൊണ്ട് അവിടെ തന്നെ അവർ നിൽക്കാനിടയായി. അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഇവർ ഒരുപാട് നേരമായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ വൈകുന്നേരമായിരിക്കുന്നു, ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. ഇത് മരുഭൂമിയുടെ പ്രദേശമാണ്. ആളുകളൊക്കെ വളരെ ദൂരത്തു നിന്നും കടന്നു വന്നിരിക്കുന്നതായ ആളുകളാണ്. ഇവരെ ഇപ്പോൾ നമ്മൾ പറഞ്ഞയക്കുകയാണെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോയിക്കൊള്ളും. 2, എവിടെയെങ്കിലും പോയി അവർ ആഹാരം വാങ്ങിക്കൊള്ളും. അതുകൊണ്ട് ഇവരെ നമുക്ക് പറഞ്ഞയക്കാം എന്ന് ആരോട്? യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അവരെ പറഞ്ഞയക്കുകയില്ല, നിങ്ങൾ തന്നെ ആഹാരം ഒരുക്കുക എന്ന് പറഞ്ഞു. ഇവർക്ക് വലിയ ഭാരമായി. എന്താണ്? ഞങ്ങൾ ആഹാരമൊരുക്കണമെന്നോ? ഇവർക്കൊരു പക്ഷേ ആഹാരമൊരുക്കണമെങ്കിൽ എത്ര ചിലവാണെന്നറിയാമോ? എത്രയധികം പണം വേണമെന്നറിയാമോ? ഇവരങ്ങനെ കണക്ക് കൂട്ടാൻ തുടങ്ങി. ഞാനും നേരത്തെ അങ്ങനെയുള്ള ഭോഷത്വമൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു മാസം എത്ര രൂപ ചിലവാകും, നമുക്കെത്രയാണ് ചിലവാകുന്നത്, നമുക്ക് ലഭിക്കുന്നതായ കണക്കെത്ര, ഇതെല്ലാം ഒരു ദിവസം ഇരുന്ന് ഞാൻ എഴുതി കൂട്ടുവാനിടയായി. വരവ് വളരെ കുറവാണ്, ചിലവ് വളരെ കൂടുതലാണ്. ഇത് കണ്ട് 3 ദിവസം ഞാൻ പനി പിടിച്ച് കിടക്കാനിടയായി. കർത്താവേ, ഇതെന്താണ്? വരവ് വളരെ കുറവാണ്, ചിലവ് വളരെ കൂടുതലും. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ദൈവവേല ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ച് വിഷമിച്ച് ഭയപ്പെട്ടാണ് എനിക്കന്ന് പനി പിടിച്ചത്. 3 ദിവസം ഞാൻ കിടപ്പിലായിരുന്നു. പിന്നെ ഈ പണിക്ക് ഞാൻ പോയിട്ടില്ല. ഏത് പണിക്കാണ്? ശിഷ്യന്മാർ വന്ന് കണക്ക് കൂട്ടുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ആഹാരം കൊടുക്കൂ. ഞങ്ങളെങ്ങനെയാണ് ആഹാരം കൊടുക്കുന്നത്? ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചോദിക്കൂ. അന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ചേർന്ന് പോകുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ബാലൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ 5 അപ്പമുണ്ടെന്ന് പറഞ്ഞു. അന്ത്രയാസ് ആ ബാലനെ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായ 5 അപ്പവും 2 മീനും വാങ്ങിച്ച് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോഴുള്ള ചോദ്യം എന്തെന്നറിയാമോ? ആകെ ഉണ്ടായിരിക്കുന്നതായ ഈ 5 അപ്പവും 2 മീനും ആർക്ക് തികയാനാണ്? ഇതാണ് ചോദ്യം. എന്താണ്? ഉണ്ടായിരിക്കുന്ന 5 അപ്പവും 2 മീനും ആർക്ക് കൊടുക്കാൻ കഴിയും? ഇന്ന് നമ്മുടെ ഇടയിൽ പലർക്കും ഇതാണ് പ്രശ്നം. എനിക്ക് ലഭിക്കുന്ന ശമ്പളം, പറയൂ, എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എങ്ങനെ തികയ്ക്കാൻ കഴിയും? ഇങ്ങനെ എത്രയോ ആളുകൾ ഇന്ന് ചിന്തിക്കുന്നുണ്ട്. മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ചിലവുണ്ട്. എന്നാൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒന്നിനും തികയില്ല. അത് മാത്രമല്ല, അത് മരുഭൂപ്രദേശമായിരുന്നു. എങ്ങനെയുള്ള ദേശമാണ്? മരുഭൂമിയാണ്. 2, ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. ഇരുട്ട് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒരു ജോലിയും ചെയ്യുവാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇരുട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പറയുക. കഴിയില്ല. ഇരുട്ടിൽ നിങ്ങൾക്ക് താക്കോൽ പിടിച്ച് താഴെ തുറക്കാൻ കഴിയുമോ? കഴിയുകയില്ല. അതായത് ഇരുട്ടെന്ന് പറയുമ്പോൾ നിസ്സഹായ അവസ്ഥയാണ്, ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. അന്ന് അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം ഇതാണ്, ഒന്നും ചെയ്യുവാൻ കഴിയാത്തതായ അവസ്ഥ. ഉണ്ടായിരിക്കുന്ന ആളുകളോ വലിയ സമൂഹമായിട്ടുണ്ട്. ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിസ്സഹായകരമായ അവസ്ഥയാണ്. ആർക്കും കൊടുത്ത് തികയ്ക്കാൻ കഴിയാത്ത ആഹാരമാണുള്ളത്. 5 അപ്പവും 2 മീനും മാത്രം. കർത്താവേ, ഇതെവിടെ തികയും? കർത്താവ് പറഞ്ഞു, എല്ലാവരെയും പന്തിയിലിരുത്തുക. അവിടെ എന്താണ്? പച്ച പുൽമേടുണ്ട്. ആ സ്ഥലത്ത് എന്താണുള്ളത്? അത് മരുഭൂമിയാണെങ്കിലും നല്ല പച്ച പുല്ലുകളുണ്ട്. ഇരിക്കുവാന് അനുകൂലമായ സ്ഥലം. എന്നാൽ സമയം മാത്രം അനുകൂലമായ സമയമല്ല, കാരണം ഇരുട്ട് വീണു തുടങ്ങിയ സമയമാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണിത്. നിസ്സഹായ സ്ഥിതിയിൽ, നിസ്സഹായകരമായ സമയത്തുപോലും എൻ്റെ കർത്താവ് എന്തു ചെയ്തെന്നറിയാമോ? തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. മതിയാകില്ല എന്ന് വിചാരിച്ച സമയത്ത് അവൻ കൽപ്പിച്ചതുകൊണ്ട് അവൻ എന്താണോ പറഞ്ഞത്, ആ പറഞ്ഞത് അനുസരിച്ച് കൊടുക്കുന്നതായ വ്യക്തിയും അവൻ തന്നെയാണ്. ജനത്തെ ഇരുത്തുക എന്ന് പറഞ്ഞപ്പോൾ ചിന്തിക്കൂ, എത്ര വിശ്വാസമുണ്ടാകണം. പ്രിയ സഹോദരന്മാരെ, എല്ലാവരും ലൈനായിരിക്കുക. എന്തിനാണ്? ആഹാരമൊരുക്കിയിരിക്കുന്നു. ആഹാരമോ?
ഇത്രായിരം ആളുകൾക്കോ എവിടെ നിന്ന് കിട്ടും? അറിയില്ല. ആ കർത്താവ് ഇരിക്കാനും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ലൈനായിരിക്കുക. എത്ര വിശ്വാസം വേണം? ഒന്ന് വെറുതെ ഇരിക്കെ. ഇത്രയധികം ആളുകൾക്ക് എവിടെ നിന്നാണ് ആഹാരം കിട്ടുന്നത്? ഞങ്ങൾക്കറിയില്ല. ഗുരു പറഞ്ഞിരിക്കുന്നു, ലൈനിലിരിക്കാൻ പറയുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞതുപോലെ ഇരിക്കുക. അങ്ങനെ എല്ലാ വ്യക്തികൾക്കും അന്നവർ അവിടെ ഇരിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം മനസ്സിൽ? അത് കേട്ടിരിക്കുന്നത് എളുപ്പമുള്ളതാണോ അല്ലയോ? കടന്നു വരുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്? വന്നിട്ട് സുഖമായി ഇരിക്കുമല്ലോ. അത് എളുപ്പമുള്ളതാണോ അല്ലയോ? പറയുക. വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ന് ആ വാക്ക് കേട്ടിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു വലിയ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് പത്രോസേ, എന്താണ് ഈ സംസാരിക്കുന്നത്? അന്ത്രയാസേ, എന്താണ് ഈ സംസാരിക്കുന്നത്? ഞങ്ങളെല്ലാം ഇരിക്കാൻ എന്തിനാണ് പറയുന്നത്? അതെ, നിങ്ങൾ ഇരിക്കുക. എന്തിനാണ് ഞങ്ങൾ ഇരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? നിങ്ങളെല്ലാവരും വിശന്നിരിക്കുകയാണല്ലോ. വിശന്നിരിക്കുകയാണ്, വളരെ സത്യമാണ്. പിന്നെ എന്തിനാണ് ഇരിക്കുന്നത്? നിങ്ങളിരിക്കുക. കർത്താവ് തന്നെ നിങ്ങൾക്ക് ആഹാരം ഒരുക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? എങ്ങനെ സാധിക്കുന്നെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയില്ല. കണക്ക് കൂട്ടിയിട്ടും മനസ്സിലാകുന്നില്ല. അവൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇരിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് ആഹാരം ലഭിക്കാനിടയാകും. അത് കേട്ട് അന്നവർ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതായ കാര്യമല്ല. അതിനവർക്ക് എന്തുണ്ടായിരിക്കണം? അവരുടെ വിശ്വാസത്തിലത് ആശ്രയിച്ചിരിക്കുന്നു. പ്രിയ സഹോദരി, സഹോദരാ, ചില സന്ദർഭങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയാമോ? യേശുക്രിസ്തു പറഞ്ഞതുപോലെ അവൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി. അവൻ തന്നെ അത്ഭുതം അവൻ്റെ കയ്യാൽ ചെയ്യും. നമുക്കിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പ്രശ്നങ്ങൾ അത്രയ്ക്ക് വലുതാണ്. നമുക്കെന്തു ചെയ്യണമെന്ന് മനസ്സിലാകില്ല. ഇരിക്കാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല, നമുക്ക് ഉറക്കം വരില്ല. കാരണം പ്രശ്നങ്ങൾ അത്രയ്ക്ക് വലുതാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ മൗനമായിരുന്നു കൊണ്ട് ഞാൻ നൽകുന്ന രക്ഷയെ കാണുക. നിങ്ങൾ ബഹളം വയ്ക്കുന്നത് കൊണ്ടോ, ആർത്ത് വിളിക്കുന്നത് കൊണ്ടോ, അവിടെയും ഇവിടെയും പോകുന്നത് കൊണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ മൗനമായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതായ അത്ഭുതത്തെ ചെയ്തിരിക്കും. അന്നവർക്ക് അവിടെ ഇരിക്കുക എന്നത് ചെറിയ കാര്യമായിരുന്നില്ല. അതിന് ഒരു വലിയ വിശ്വാസം വേണ്ടിയിരുന്നു. ആ വിശ്വാസത്തോടു കൂടി അവർ ഇരുന്നപ്പോൾ യേശു എന്തു ചെയ്തെന്നറിയാമോ? 5 അപ്പവും 2 മീനും ആ ചെറിയ ബാലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എന്തു ചെയ്തു? 5 അപ്പത്തെയും 2 മീനിനെയും അനുഗ്രഹിച്ചു. എന്തു ചെയ്തു? വാഴ്ത്തി അനുഗ്രഹിച്ചു. അതിനുശേഷം ദൈവത്തിന് നന്ദി അർപ്പിക്കാനിടയായി. അതിനുശേഷം അവ നുറുക്കി എന്തു പറഞ്ഞു? പങ്കുവയ്ക്കുക. അത്രയുള്ളൂ. അത്ഭുതം നടന്നു. കയ്യിലെന്താണുള്ളത്? 5 അപ്പവും 2 മീനും. ഒന്നിനും തികയില്ല. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ദേവദാസ്, എൻ്റെ കയ്യിലുള്ളത് ഒന്നിനും മതിയാകുന്നതേയില്ല. എന്നാൽ എൻ്റെ മുൻപിലുള്ള ആവശ്യം വളരെ വലുതാണ്. ഒന്നിനും തികയാത്ത ഈ സമ്പാദ്യം കൊണ്ട് ഒരു 10,000 രൂപ കൊണ്ടോ 15,000 രൂപ കൊണ്ടോ 20,000 രൂപ കൊണ്ടോ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും പോറ്റണമെന്ന് എനിക്കറിയില്ല. ഏതു രീതിയിൽ ഒരു സ്വന്തം ഗൃഹം വാങ്ങണമെന്ന് എനിക്ക് അറിയുന്നില്ല. എങ്ങനെ കുടുംബത്തെ പോറ്റിപ്പുലർത്തണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രിയ സഹോദര, സഹോദരി, ആ ദിവസം യേശുവിൻ്റെ കയ്യിലേക്ക് 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ യേശു എന്തു ചെയ്തെന്നറിയാമോ? 5 അപ്പത്തെയും 2 മീനിനെയും അവൻ അനുഗ്രഹിച്ചു. എന്തു ചെയ്തു? അനുഗ്രഹം. ദയവ് ചെയ്ത് കേൾക്കൂ. നിന്റെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചു എന്ന് വിചാരിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം ദൈവം ചെയ്യുന്നതായ ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ അനുഗ്രഹം. കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ അനുഗ്രഹം. നീ ചെയ്യുന്ന ആ ചെറിയ ജോലിയുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, നിന്റെ ചെറിയ ആ വരുമാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, നിന്റെ മകൻ്റെയും മകളുടെയും മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, നിന്റെ വീടിൻ്റെ മുകളിൽ, നിന്റെ കുടുംബത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് മതി. നിന്റെ കയ്യിലുള്ളത് അത് അല്പമാണെങ്കിലും ശരി, അതുകൊണ്ട് തന്നെ നിന്റെ സകല ആവശ്യങ്ങളും അത്ഭുതകരമായി തീർക്കാൻ കഴിയും. ഇന്ന് നമ്മളെല്ലാവരും ചോദിക്കേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവേ, നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയണമേ.
അതായിരുന്നല്ലോ അന്ന് യാക്കോബ് ദൈവത്തോട് ചോദിച്ചത്. എന്താണ് ദൈവത്തോട് ചോദിച്ചത്? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്താണ്? യാക്കോബിന് അനുഗ്രഹങ്ങൾ ഇല്ലേ? വസ്തു സമ്പാദ്യങ്ങളില്ലേ? ഒരുപാട് സമ്പത്തുകളൊക്കെ ഉണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ആടുമാടുകളുണ്ട്. അതാണ് അന്നത്തെ സമ്പത്ത്. ഈ ലോകസംബന്ധമായ സകല അനുഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ തനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേലില്ല എങ്കിൽ എൻ്റെ ചുറ്റും എന്തെല്ലാം ഉണ്ടായാലും ശരി, അത് വ്യർത്ഥമാണ്. അങ്ങനെ അനുഗ്രഹിക്കുവാനിടയായി. എന്നിട്ട് എന്താണ് ചെയ്തത്? ദൈവത്തെ മുറുകെ പിടിക്കാനിടയായി. ദൈവമായ കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അവൻ മല്ലുപിടിച്ചു പോരാടി. ദൈവം അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന്. അതേ ചോദ്യം തൻ്റെ പിതാവ് ഇസ്ഹാക്ക് നേരത്തെ ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ ഏശാവാണെന്ന് പറഞ്ഞ കള്ളം പറഞ്ഞു. അതേ ചോദ്യം ദൈവവും ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? എൻ്റെ പേര് യാക്കോബെന്ന്. ഉപായിയാണ്. സമ്മതിച്ചു. എപ്പോഴാണോ തൻ്റെ സാഹചര്യത്തെ ഏറ്റുപറഞ്ഞത്, തൻ്റെ സ്വഭാവത്തെ ഏറ്റുപറഞ്ഞത്, ദൈവം പറഞ്ഞു, ഇനി മുതൽ നിന്റെ പേര് യാക്കോബെന്നല്ല, ഇനി മുതൽ നിന്റെ പേര് ഇസ്രായേൽ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ഇസ്രായേൽ എന്ന പേര് ഇടുന്നു. ഇന്ന് അതേ പേരിൽ തന്നെ എന്താണ് പറയുക? ഒരു രാജ്യം തന്നെ ഉണ്ടായിരിക്കുന്നു. കാരണം അറിയാമോ? അന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ മേൽ ഇറങ്ങി വന്നതുകൊണ്ട്. പ്രിയ സഹോദരി, സഹോദര, നമ്മൾ സാധാരണമായ ദൈവസന്നിധിയിൽ വന്നിട്ട് പറയും, ദൈവമേ ഒരു ജോലി നൽകണമേ, കച്ചവടത്തിൽ ലാഭം നൽകണമേ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. അതിൽ തെറ്റൊന്നും തന്നെയില്ല. എന്നാൽ ഇവ എല്ലാത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് പറയുക? ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇല്ലായ്മയിൽ, കഷ്ടതയിൽ, ക്ഷാമത്തിൽ ഇതെങ്ങനെ തികയാനിടയാകും എന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ, എങ്ങോട്ടും തിരിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ദുസ്ഥിതിയിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം വേണ്ടത് എന്താണെന്ന് പറയുക? പറയൂ, ദൈവത്തിൻ്റെ അനുഗ്രഹം. ആ ദിവസം കർത്താവ് തൻ്റെ കൈകളിൽ വന്നതായ 5 അപ്പത്തെയും 2 മീനിനെയും അനുഗ്രഹിച്ചു. വീണ്ടും പറയട്ടെ, 5000 പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ഭാര്യമാരും അത്രത്തോളം വരുമല്ലോ, അതുപോലെ തന്നെ അവരുടെ മക്കളും അത്രയ്ക്ക് വരുമല്ലോ. എല്ലാവരെയും കൂട്ടി ഏകദേശം 20-25,000-ഓളം ആളുകൾ വരുമല്ലോ. കടന്നു വന്ന ആളുകളിൽ ചിലയിടങ്ങളിൽ അവിടെയായിട്ട് അവർ കൊണ്ടുവന്നതായ ആഹാരം അവരുടെ സഞ്ചികളിലുണ്ട്. അവരുടെ കൈകളിൽ അവർ മാറ്റിവെച്ചതായ, ഒതുക്കിവെച്ചതായ മത്സ്യമാകട്ടെ, അവരുടെ അപ്പങ്ങളാകട്ടെ, അത് അനുഗ്രഹിക്കപ്പെട്ടില്ല. പിന്നെ ഏതാണ് അനുഗ്രഹിക്കപ്പെട്ടത്? യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തതായ അപ്പവും മീനും, അതായിരുന്നു അനുഗ്രഹിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെ കൈകളിലാണ്. അതുകൊണ്ടാണ് ആ ജീവിതം എങ്ങുമെത്താതെ പോകുന്നത്. അതേ, നിന്റെ ജീവിതത്തെ നിന്റെ കൈകളിലേക്ക് വയ്ക്കാതെ നിനക്ക് ജീവൻ തന്നതായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണെങ്കിൽ അവൻ എന്തു ചെയ്യുമെന്നറിയാമോ? നിന്നെ അനുഗ്രഹിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ആളുകളിൽ, അന്ന് അവിടെ എന്നതായ ആളുകളിൽ അനേകരുടെ കൈകളിൽ അപ്പമുണ്ടായിരുന്നു, മീനുണ്ടായിരിക്കാം, അവയൊന്നും അനുഗ്രഹിക്കപ്പെട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, ആയിരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. എന്നാൽ ആരാണോ തങ്ങളെ കർത്താവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നത്, അവർ മാത്രമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അവർ മാത്രമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. എൻ്റെ ചോദ്യം, നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും യേശുവിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചത്? ഒരു നിമിഷം ചിന്തിക്കുക. വീണ്ടും പറയട്ടെ, ഞാൻ ഹൈദരാബാദിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ കയ്യിൽ സമർപ്പിച്ചുകൊണ്ടാണ് വന്നത്. എൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ കൈകളിലേക്ക് വെച്ചുകൊണ്ട്, അവൻ എൻ്റെ കൈകളിൽ തന്ന ബൈബിളിനെ പിടിച്ചുകൊണ്ട് ഹൈദരാബാദിലേക്ക് വന്നു. അങ്ങനെ കടന്നു വന്നതായ ആ പയ്യനെ ദൈവം എന്തു ചെയ്തു? പറയുക, അനുഗ്രഹിച്ചു.
അവരിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവനെ 10,000-ങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴിത് ലക്ഷങ്ങളാക്കിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ കാരണമെന്താണ്? ദൈവം അനുഗ്രഹിച്ചുകൊണ്ട്. സതീഷ് കുമാർ ഈ നിലയിലായിരിക്കുന്നുവെങ്കിൽ, ദൈവവേലയും സഭയും ഈ സ്ഥിതിയിലായിരിക്കുന്നുവെങ്കിൽ, ഇതിനെല്ലാം അടിസ്ഥാനം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം കേവലം നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി നിന്നെ യേശുവിനായി സമർപ്പിക്കണം. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് ചോദിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് നിന്റെ അനുഗ്രഹമാണ്. കർത്താവേ, ഞങ്ങൾ നിന്റെ കൈകളിൽ വീണെങ്കിലേ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും നിന്റെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ ജോലിയെ, ഞങ്ങളുടെ വ്യാപാരത്തെ, ഞങ്ങളുടെ കൃഷിയെ, ഞങ്ങളുടെ പ്രവൃത്തികളെ നിന്റെ കൈകളിൽ തരുന്നു. ഞങ്ങളുടെ ദൈവവേലയെ, ദൈവസഭയെ, സഭാ അംഗങ്ങളെ, ദൈവദാസന്മാരെ നിന്റെ കൈകളിലേക്ക് തരികയാണ്. കർത്താവേ, അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ മേൽ നിന്റെ അനുഗ്രഹമുണ്ടാകണം. ദൈവവേല ചെയ്യുന്ന ആളുകളുടെ മേൽ നിന്റെ അനുഗ്രഹമുണ്ടായിരിക്കണം. ചെറിയ കുട്ടികളുടെ മേൽ നിന്റെ അനുഗ്രഹമുണ്ടായിരിക്കണം. ഭാര്യമാരുടെ മേലും ഭർത്താക്കന്മാരുടെ മേലും നിന്റെ അനുഗ്രഹമുണ്ടായിരിക്കണം. സകല കുടുംബങ്ങളുടെ മേലും നിന്റെ അനുഗ്രഹമുണ്ടായിരിക്കണം. കർത്താവേ, സകല വ്യക്തികളുടെ ജീവിതത്തിലും നിന്റെ അനുഗ്രഹത്തെ, അത് ആത്മീയമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കർത്താവെ നൽകണമേ. ഉദരഫലത്തിൻ്റെ വിഷയത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ നിന്റെ അനുഗ്രഹത്തെ വെളിപ്പെടുത്തണമേ. കർത്താവെ, എവിടെയെല്ലാമാണോ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ അനുഗ്രഹം ആവശ്യമായിരിക്കുന്നത്, അവിടെ നിന്റെ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടുവല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതിലും ഞങ്ങൾ നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ടുള്ള ദൈവിക മറുപടി നൽകുവാൻ പോകുന്നതോർത്ത് നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.